إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാനും അതിലായിക്കൊണ്ട് മരണപ്പെടാനും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം, അവന്റെ വിശ്വാസവും കർമ്മവും ആചാരവും ഏത് രൂപത്തിലാണ് അവൻ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് വളരെ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുസ്ലിം എങ്ങനെ ആയിക്കൂടാ, അവൻ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം വിശദീകരിച്ചിട്ടുണ്ട്. ആ ഖുർആനിന് അനുധാവനം ചെയ്തുകൊണ്ടാണ് സഹോദരങ്ങളെ നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ ഖുർആനിലുടനീളം വിശദീകരിച്ചിരിക്കെ അതിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കിക്കൊണ്ട് ഖുർആനിന്റെ ചില വാചകങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുവന്നത് കാണാൻ സാധിക്കും. സൂറത്തു അൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുള്ള വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അവനോട് ഏറ്റവും നന്നായി അവന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ അടിമകൾ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തിയത്. അത് അവർ മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ളവരെക്കാൾ അവർക്ക് ചില ശ്രേഷ്ഠതകളുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ അവർ റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. ഈ പറയുന്ന ഗുണവിശേഷണങ്ങളെല്ലാം അവർ നേടിയെടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ടൊന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദുർ റഹ്മാൻ ഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ യംശൂന അലൽ അർദി ഹൗനൻ, അവർ വിനയത്തോടു കൂടിയാണ് നടന്നു പോകുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. യംശൂന അലൽ അർദി ഹൗന, ഭൂമിയിൽ എങ്ങനെ നടക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതിൽ ഉൾപ്പെടുന്നു അവൻ ഏറ്റവും നല്ല വിനയത്തോടു കൂടി നടക്കുക എന്നുള്ളതാണ്. കിബറില്ലാതെ, അഹങ്കാരമില്ലാതെ നടക്കുക എന്നുള്ളതാണ്. അഹങ്കാരമില്ലാതെ നടക്കുക എന്ന് പറഞ്ഞാൽ അവൻ മനോഹരമായ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ അത് ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അതൊരിക്കലും അഹങ്കാരമല്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വില കുറച്ച് കാണലും സത്യം ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കാതെ അതിനെ തള്ളിക്കളയലുമാണ്. എന്നാൽ ഒരാൾ മനോഹരമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള നല്ല വസ്ത്രം, നല്ല ചെരുപ്പുകൾ ഇതെല്ലാം ധരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഒരിക്കലും ഇതിനെതിരല്ല. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിലും വഖാറിലും ഗംഭീര്യത്തിലും അവൻ നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മോശം പ്രാകൃതമായ വേഷവിധാനങ്ങൾ അവൻ ഒരിക്കലും സ്വീകരിച്ചുകൂടാ. സംസ്കാരശൂന്യമായ വിധാനങ്ങൾ അവൻ ഒരിക്കലും തന്നെ സ്വീകരിച്ചുകൂടാ. ആളുകളോട് വിനയത്തോടുകൂടി ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവനിലേക്ക് അടുക്കാൻ പാകമാകുന്ന രൂപത്തിലായിരിക്കണം അവൻ നടക്കേണ്ടത്. ആളുകൾ അകന്നുപോകുന്ന രൂപത്തിലുള്ള വികൃതമായ പ്രാകൃതമായ രൂപങ്ങളൊന്നും തന്നെ അവനൊരിക്കലും തന്നെ സ്വീകരിച്ചുകൂടാ. ഭൂമിയിൽ വിനയാന്വിതരായിക്കൊണ്ടാണ്
അവൻ നടന്നു നീങ്ങുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. ഇനി അവനോട് ജാഹിലീങ്ങളായ അവിവേകികളായ ആളുകൾ അവനോട് ഇങ്ങോട്ട് വല്ലതും സംസാരിക്കാൻ വന്നാൽ അവൻ പറയുന്നത് ഖാലു സലാമ, സലാമത്തിന്റെ വാക്കുകളാണ് അവൻ സംസാരിക്കുന്നത്. അവനോട് സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവിവേകികൾ ഉണ്ടാകും, മോശപ്പെട്ട സംസാരങ്ങൾ, മ്ലേച്ഛമായ സംസാരങ്ങൾ സംസാരിക്കുന്നവരുണ്ടാകും, മുൻകോപികൾ ഉണ്ടാകും, തട്ടിക്കയറുന്നവരുണ്ടാകും, അവനോട് കയർത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും, ഒരു കാരണവുമില്ലാതെ ചീത്ത വിളിക്കുന്നവരുണ്ടാകും. ഇങ്ങനെ പല നിലക്കുള്ള ആളുകൾ അവനോട് സംസാരിക്കുമ്പോൾ അവനൊരിക്കലും തന്നെ അതുപോലെ തന്നെ പ്രതികരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഖാലു സലാമ, അവൻ മനോഹരമായി കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് തിരിച്ച് സംസാരിക്കുകയാണ്. വിവേകത്തോടു കൂടിയുള്ള സംസാരമാണ് അവൻ മറുപടിയായി പറയുന്നത്. അവൻ സംസാരിക്കണമെങ്കിൽ അവൻ സംസാരിക്കും, അല്ലെങ്കിൽ അവൻ മാറിപ്പോകും. അവൻ ഒരിക്കലും തന്നെ എന്തെങ്കിലുമൊക്കെ അതുപോലെയുള്ള മോശം സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് അവൻ പാപത്തിൽ വീഴുകയില്ല, അവരെ പോലെ തന്നെ അവൻ ആയിത്തീരുകയില്ല. ഒന്നുകിൽ അവന്റെ സംസാരം അവിടെ പാപത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്ന രൂപത്തിൽ അവർ ഉപദേശിച്ചുകൊണ്ടുള്ളതായിരിക്കും, അതല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് മാറി നിൽക്കുന്ന രൂപത്തിലായിരിക്കും. ഒരിക്കലും അവരെ പോലെ തന്നെ അവൻ ഒരിക്കലും ആവുകയില്ല. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. ജാഹിലീങ്ങൾ ഇങ്ങോട്ട് അവനോട് അടിപിടി വഴക്കിന് വന്നു കഴിഞ്ഞാൽ സലാമൻ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടുകൂടി സലാം പറഞ്ഞ് അവിടുന്ന് മടങ്ങുക എന്നുള്ളതാണ് അവരുടെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഭൂമിയിൽ എങ്ങനെ നടക്കണം, അതുപോലെ തന്നെ എങ്ങനെ ആളുകളോട് സംസാരിക്കണം എന്നതിന്റെ ചുരുക്ക രൂപമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിച്ചത്. പിന്നീട് അവന്റെ ഇബാദത്തുകളെ കുറിച്ച് അല്ലാഹു തആല അറിയിക്കുകയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. തന്റെ റബ്ബിന് വേണ്ടി രാവിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുകയാണ്. സുജൂദിലും ഖിയാമുലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവൻ ധാരാളമായി നിസ്കരിക്കുന്നവനാണ്. അല്ലാഹു തആല പറഞ്ഞത് യബീതൂന ലിറബ്ബിഹിം, തന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണമെന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, റിയാ ഇല്ലാത്ത നിസ്കാരമാണത്. ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിസ്കാരമായിരിക്കുകയില്ല അവർ നിസ്കരിക്കുന്നത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആരും അറിയാതെ ഒരുപാട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാനിന്റെ വിശേഷണമായിട്ട് പറയുന്നത്. ഇവിടെ രാത്രി നിസ്കാരത്തെ കുറിച്ച് എടുത്തു പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഒരാൾ കൃത്യമായി രാത്രി നിസ്കാരം ആരും കാണാത്ത സമയത്ത് ഒരാൾ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും 5 നേരത്തെ നിർബന്ധ നിസ്കാരവും അതുപോലെയുള്ള മറ്റു സുന്നത്ത് നിസ്കാരങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അങ്ങനെ അല്ലാഹു തആലക്ക് വേണ്ടി രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും ഇബാദുർ റഹ്മാൻ. വല്ലദീന യഖൂലൂന റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാ ഈ ദുആ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന ഇബാദുർ റഹ്മാൻ. വല്ലദീന യഖൂലൂൻ, അവർ അല്ലാഹു തആലയോട് പറയുന്നു, റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ ജഹന്നമിന്റെ ആളിക്കത്തുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കണമേ, അതിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയണമേ. ആ നരകത്തിൽ പ്രവേശിക്കുന്ന നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തരുതേ. കാരണം ഇന്ന അദാബഹാ കാന ഗറാമ, അതൊരു വിട്ടൊഴിയാത്ത വിപത്താണത്. നരകത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അതൊരിക്കലും വിട്ടൊഴിയുകയില്ല. അതിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. അതിലോരോ നിമിഷങ്ങൾ പോലും 10,000 വർഷങ്ങളുടെ അത്രയും ദൈർഘ്യമുണ്ട്. അതിന്റെ തീ ഈ ദുനിയാവിലെ തീയേക്കാൾ 60-70 ഇരട്ടി ചൂടുണ്ട്. അതിലൊരിക്കലും ഒരു നിമിഷം പോലും ഒരാൾക്കും സഹിക്കാൻ സാധിക്കുകയില്ല. ഇന്ന അദാബഹാ കാന ഗറാമ, വിട്ടൊഴിയാത്ത വിപത്താകുന്നു. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ, അതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട സങ്കേതമാകുന്നു നരകം. അതുകൊണ്ട് റബ്ബേ, നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കണമേ എന്ന് സദാ ദുആ ചെയ്യുന്നവരാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ നരകത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, നരകത്തിലേക്ക് പ്രവേശിക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നീ എന്നെ തെറ്റിച്ചു കളയണമേ എന്നാണ്. ഒരു പ്രവൃത്തി, ഒരു വാക്ക്, ഒരു സംസാരം, ഒരു പ്രവൃത്തി ഇത് നരകത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ അല്ലാഹുവേ, എന്നെ അതിൽ നിന്ന് തെറ്റിച്ചു കളയണം. ഖൈറിന്റെ ആളുകളുടെ കൂട്ടത്തിൽ, ഖൈറിന്റെ സംസാരത്തിൽ, ഖൈറിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ നീ മാറ്റിത്തരയണമെന്ന ദുആയാണ്. അതുപോലെ തന്നെ എന്റെ ഏതെല്ലാം പ്രവൃത്തികൾ ഞാൻ ഇതിനകം ചെയ്തത് എന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിട്ടുണ്ടോ അല്ലാഹുവേ, അത് വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ. അങ്ങനെ നരകത്തിൽ നിന്നും എന്നെ തെറ്റിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന ദുആയാണിത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാ നമ്മൾ ദുആ ചെയ്യണം. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്രയോ തിന്മകൾ യഥാർത്ഥത്തിൽ നമ്മെ നരകത്തിന്റെ ഏറ്റവും അടിയിലേക്ക്, ഏറ്റവും താഴത്തേക്ക് പ്രവേശിപ്പിക്കാൻ മാത്രമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ചില ആളുകൾ സംസാരിക്കുന്ന ചില വാക്കുകൾ മതി
അവനെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തിക്കാൻ, അഥവാ കിഴക്കും പടിഞ്ഞാറും എത്ര കണ്ടു വിദൂരമാണോ അത്രയും താഴേക്ക് പതിപ്പിക്കാൻ മാത്രം ചിലരുടെ ചില വാക്കുകൾ മതിയായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ നന്മകൾ ചെയ്ത ആളുകൾ അവരുടെ നാവുകൾ ഇതാ ആ സംസാരം കൊണ്ട് പർവ്വത കണക്ക് നന്മകളെ തകർത്തെറിയാനും നരകാവകാശിയാകാനും അത് മതിയായതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആലക്ക് എത്ര നല്ല ഇബാദത്തുകൾ ചെയ്യുന്നവരായാലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സദാ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെ തൊട്ടും അതുപോലെ നരകത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ തൊട്ടും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ശേഷം നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലുള്ള അവരുടെ വിശേഷണങ്ങളെ കുറിച്ച് അറിയിച്ചു നൽകുകയാണ്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവരിതാ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവർ തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ചെലവഴിക്കുന്നത്? ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു. അവർ ഇസ്രാഫ് കാണിക്കുന്നവരല്ല, ദുർവ്യയം കാണിക്കുന്നവരല്ല, വലം യഖ്തുറു പിടിച്ചു വെക്കുന്നവരല്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവരുടെ ചെലവഴിക്കൽ വകാന ബൈന ദാലിക ഖവാമ, ഇതിനിടയിലുള്ള ഒരു ചെലവഴിക്കലാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ദുർവ്യയം ചെയ്യുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ചെലവഴിക്കുന്ന സമയത്താകട്ടെ അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇവൻ കൊടുക്കുക വഴി ഒരു വേള ഇവരെ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവൻ കാരണക്കാരനാക്കുകയാണ്. അവർക്ക് ആവശ്യത്തിലധികം ചെലവഴിക്കുകയാണ്. അങ്ങനെ ആ സമ്പത്ത് അവന്റെ കുടുംബത്തെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന പല ഹറാമുകൾ ചെയ്യാൻ കാരണമാകുകയാണ്. അതുകൊണ്ട് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലാർഹമാകുന്നത് സഹോദരങ്ങളെ അതിൽ മധ്യമ നിലപാട് സ്വീകരിക്കുമ്പോഴാണ്. അതല്ലാതെ കുടുംബത്തിന് ചെലവഴിക്കുക എന്ന് പറഞ്ഞ് അതിലേക്ക് ദുർവ്യയം നടത്തിയിട്ട് അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് സമ്പത്ത് അയച്ചു കൊടുത്തിട്ട് അവരെ നരകത്തിന്റെ ആളുകളുടെ കൂട്ടത്തിലേക്ക് നീ പറഞ്ഞയക്കാൻ പാടില്ല. നീ ചെലവഴിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ളതാണ് നീ ചെലവഴിക്കേണ്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടാനും പാടില്ല. നീ സമ്പത്തെല്ലാം നിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും നിന്റെ കുടുംബത്തിന് വേണ്ടത്ര കൊടുക്കാതിരിക്കുകയും ചെയ്യുക വഴി അവരൊരു വേള ആളുകളോട് കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാകും, ആളുകളോട് യാചിക്കേണ്ട അവസ്ഥ നിന്റെ കുടുംബത്തിനുണ്ടാകും. അതൊരിക്കലും തന്നെ നീ ചെയ്യാൻ പാടില്ല. മറിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നീ അവർക്ക് വേണ്ടി ചെലവഴിക്കുക. അത് ഇബാദുർ റഹ്മാനിന്റെ പ്രത്യേകമായ ഗുണങ്ങളായി പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നന്മകൾ പറഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിൽ നിന്നും അവർ ഒഴിവാക്കിയിട്ടുള്ള ചില തിന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. മൂന്ന് കാര്യങ്ങൾ ഇബാദുർ റഹ്മാൻ ചെയ്യുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ അവൻ ഒരിക്കലും തന്നെ ദുആ ചെയ്യുകയില്ല, അവരോട് പ്രാർത്ഥിക്കുകയില്ല. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു ഹുർമത്ത് നൽകിയ പവിത്രത നൽകിയ ഒരാത്മാവിനെയും അവനൊരിക്കലും വധിച്ചു കളയുകയില്ല ന്യായപ്രകാരമല്ലാതെ. വലാ യസ്നൂൻ, അവൻ വ്യഭിചരിക്കുകയുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യവാനായ റബ്ബിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ, സ്വർഗ്ഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ എന്ന കാര്യത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അല്ലാഹുവിനോടല്ലാതെ നമ്മുടെ ഒരാവശ്യവും നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല. റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹുവെ രക്ഷിക്കണമേ, അല്ലാഹുവെ എന്നെ സഹായിക്കണമേ, അല്ലാഹു എന്റെ പാപം പുറത്തു തരണമേ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, എന്നെ നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കണമേ, എന്റെ കൈ പിടിക്കണമേ, എന്റെ ജീവിതം ഇതാ മുട്ടിപ്പോകുകയാണ്, അല്ലാഹുവെ നീ അതിനൊരു തുറവി നൽകണമേ. ഇങ്ങനെയുള്ള മുഴുവൻ ദുആകളും അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവരാണ്. ഒരിക്കലും തന്നെ നബിയെ കാക്കണമേ, തങ്ങളെ രക്ഷിക്കണമേ, ബീവിയെ മമ്പുറത്ത് തങ്ങളെ, എന്റെ ഇത് അവസ്ഥകൾ കാണുന്നില്ലേ, അറിയുന്നില്ലേ അങ്ങ്, എന്റെ കാര്യങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് ശരിയാക്കി തരണമേ എന്ന രൂപത്തിലുള്ള ദുആകൾ ഒരിക്കലും തന്നെ മുഅ്മിനീങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാവുകയില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്ന അവസ്ഥയിലാണ്, അവനൊരു നിന്ദായി പകരക്കാരനായി ശിക്ഷ നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇലാഹൻ ആഖർ, മറ്റേത് ഇലാഹിനോട് ദുആ ചെയ്താലും അതങ്ങനെ തന്നെയാണ്. നീ അല്ലാഹു അല്ലാത്ത ആളുകൾ ആരാകട്ടെ, അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത നബിയാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, അല്ലാഹു തആലയോട് ചോദിക്കേണ്ട കാര്യം നീ ആരോട് തന്നെ ചോദിച്ചാലും അത് ശിർക്കായി തീരുകയും നീ നരകാവകാശിയായി തീരുകയും ചെയ്യും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പിന്നീട് പറഞ്ഞത് വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല കൊലപാതകത്തെ ഇതാ നിഷിദ്ധമാക്കി തീർക്കുകയാണ്. ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരം അതിന്റെ ഹക്കുള്ള ചില ആളുകൾക്ക് കൊലപാതകം അനുവദിക്കപ്പെടും. ഇസ്ലാമിക ശരീഅത്തുള്ള സമയ സ്ഥലത്ത് ഇതാ ചില കൊലപാതകങ്ങൾ അനുവദിക്കപ്പെടുകയാണ്. കൊന്നവനെ തിരിച്ചു കൊല്ലാൻ, പ്രതിക്രിയ നടത്താൻ ഇസ്ലാമിക കോടതിക്ക് അനുവാദമുണ്ട്. വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഇസ്ലാമിക കോടതിക്ക് അനുവാദമുണ്ട്. മുസ്ലിമീങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ ദീനി ദഅവത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടുന്ന വേളയിൽ ഇതാ ചില കൊലപാതകങ്ങൾ, ചില കൊലകൾ ഇസ്ലാമിക ഭരണകൂടത്തിന്, അതിന്റെ ന്യായാധിപന് അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട്. അതല്ലാത്ത ഒരു മനുഷ്യനെയും, സഹോദരങ്ങളെ, മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ, ഒരാളെയും കൊല്ലാൻ ദീനുൽ ഇസ്ലാം ഒരിക്കലും തന്നെ അനുവാദം നൽകുന്നില്ല. ഒരിക്കലും ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു ദംബി അക്ബറു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കടുത്ത പാപം ഏതാണ്, വലിയ തിന്മ ഏതാണ് റസൂലേ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഫഖാല അൻ തദഉ ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റൊരാളോട് നീ ദുആ ചെയ്യലാണ് ഏറ്റവും വലിയ പാപം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പിന്നീട് അവിടുന്ന് ചോദിച്ചു, സുമ്മ ഐ, പിന്നെ ഏതാണ് ഏറ്റവും വലിയ പാപം? അവിടുന്ന് പറഞ്ഞു, അൻ തഖ്തുല വലദക മഖാഫത അൻ യതഅ മഅക്, നിന്നോടൊപ്പം ഭക്ഷിക്കുമെന്ന പേടിയാൽ നീ നിന്റെ കുട്ടിയെ തന്നെ കൊന്നുകളയുക എന്നുള്ളതാണ്. ചെറിയ ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളയുക എന്നുള്ളത് ജാഹിലിയ കാലത്തിലുള്ളതാണ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ആളുകൾ ചെറിയ കുട്ടികളെ കൊല്ലുമായിരുന്നു എന്നാണ്. അതാണ് കൊലകളിൽ ഏറ്റവും മോശപ്പെട്ട കൊല. നീ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിന്റെ കുടുംബത്തിലുള്ളവരെ കൊന്നുകളയുക എന്ന് പറയുന്നത്. അതല്ലാത്ത മുഴുവൻ തിന്മ, മുഴുവൻ കൊലപാതകങ്ങളും സഹോദരങ്ങളെ ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നീട് ചോദിച്ചു, സുമ്മൈ ഖാല അൻ തുസാനി ഹലീലത ജാരിക്, പിന്നീട് ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻ തുസാനി ഹലീല ജാരിക്, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക എന്നുള്ളതാണ്. വ്യഭിചാരം മുഴുവനും മ്ലേച്ഛകരമായ കാര്യമാണ്. എന്നാൽ ഇതിൽ ഏറ്റവും മോശപ്പെട്ടത് നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ ചതിച്ചുകൊണ്ട് അവരുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതുകയാണ്. അതോ ആയത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ, ശിർക്ക് ചെയ്യുക, കൊലപാതകം നടത്തുക, വ്യഭിചാരം നടത്തുക എന്ന ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതിന്റെ ഒരു രൂപത്തിലുള്ള തിന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇബാദുർ റഹ്മാനിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിനെ കുറിച്ച് ശേഷമുള്ള ആയത്തിൽ പറയുന്നത്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ വഇദാ മറു ബില്ലഗ്വി മറു കിറാമ, അവർ ഒരിക്കലും തന്നെ വ്യാജ വാർത്തകൾക്ക് സാക്ഷിയാകാത്തവരാണ്. ഇനി അതിലേക്കൂടി അവർ നടക്കേണ്ടി വരികയാണെങ്കിൽ, സഞ്ചരിക്കേണ്ടി വരികയാണെങ്കിൽ മറു കിറാമ, അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ മാന്യന്മാരായിക്കൊണ്ട് അവർ നടന്നു നീങ്ങുന്നതായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. ലാ യശ്ഹദൂന അസ്സൂർ, വ്യാജത്തിന് സാക്ഷിയാവുകയില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്, അവർ ഒരിക്കലും തന്നെ ഹറാമായ ഒരു പ്രവർത്തനം അതിന് ചെയ്യുകയോ അതൊരിക്കലും തന്നെ പറയുകയോ ചെയ്യുകയില്ല എന്നു മാത്രമല്ല, അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നിടത്ത് അവരൊരിക്കലും ഹാജരാവുക കൂടിയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹറാമായ സംഗീത പരിപാടി അവിടെ നടക്കുകയാണ്, സിനിമ പരിപാടി നടക്കുകയാണ്, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഏതേത് ഹറാമിന്റെ സദസ്സുകൾ നടക്കുകയാണ്, അതിൽ അവൻ ഭാഗവാക്കുകയില്ല എന്ന് മാത്രമല്ല, അതിന് സാക്ഷിയാകാൻ കൂടി അവനൊരിക്കലും തുനിയുകയില്ല. അവന്റെ സമ്പത്ത് അവൻ അതിന് നൽകുകയില്ല, അതിനു വേണ്ടി സഹകരണങ്ങൾ ചെയ്യുകയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയില്ലാത്ത മുഴുവൻ ഹറാമായ പ്രവർത്തനങ്ങളും ഹറാമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണ്. ഗീബത്തിന്റെ സദസ്സുകൾ, നിമീമത്തിന്റെ സദസ്സുകൾ, ആളുകളെ ഏതെങ്കിലുമൊക്കെ നിലക്ക് ഉപദ്രവിക്കാനുള്ള കൂടിയാലോചനകൾ, ആളുകളെ പരിഹസിക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന എത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒന്നിലും തന്നെ സഹോദരങ്ങളെ അവനൊരിക്കലും തന്നെ അതിനൊന്നും ഭാഗവാക്കാകുകയില്ല, അതിന് സാക്ഷിയാവുകയില്ല. ഇനി അതിലൂടെ അവന് നടക്കേണ്ടി വന്നാൽ വൈദാ മറു ബില്ലഗ്വി മറു കിറാമ, അവൻ ആദരണീയനായിക്കൊണ്ട്, മാന്യനായിക്കൊണ്ട് അതിലൊന്നും തന്നെ പങ്കെടുക്കാതെ അവൻ നടന്നു നീങ്ങുന്നതായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സ്വഭാവ ഗുണം ഒരാൾ ഏറ്റെടുക്കുക വഴി ആളുകൾ ഒരു പക്ഷേ അവനെ ആക്ഷേപിച്ചേക്കാം. അവനെന്താണ് ഇങ്ങനെ, അവനൊരു പരിപാടിക്ക് വിളിച്ചാൽ കിട്ടുകയില്ല, ഒരു സംഗീത പരിപാടിക്ക് അവനെ കിട്ടുകയില്ല, ഒരു സിനിമക്ക് കിട്ടുകയില്ല,
അതല്ലെങ്കിൽ വീട്ടിൽ നടത്തപ്പെടുന്ന ഇത്തരം സംഗീത പരിപാടികളുള്ള ഒരു വിവാഹ സദസ്സിലേക്ക് അവനെ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചാൽ ഈ ആയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിന്റെ ഗുണമായി പ്രത്യേകം ഈ ആയത്തിൽ എടുത്തു പറഞ്ഞു എന്നുള്ളത് സഹോദരങ്ങളെ ഏത് കാലത്തേക്കും നമ്മൾ ഇത് പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരം ഹറാമായ സദസ്സുകൾ ഏതുണ്ടോ അതിലൊന്നും തന്നെ അവൻ പങ്കെടുക്കുകയില്ല എന്നുള്ളതാണ്. വൈദാ മർറു ബില്ലഗ്വി മർറു കിറാമ, അവൻ മാന്യന്മാരായിക്കൊണ്ട് അതിലൂടെ നടന്നു നീങ്ങും. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മ വഉമിയാന. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വഅലുകൾ, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ദീനിന്റെ സദസ്സുകൾ അത് അവനിലേക്ക് പറഞ്ഞയച്ചാൽ, അത് അവനിലേക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അത്തരം കാര്യങ്ങൾ അവനോട് പറയപ്പെട്ടാൽ ഒരിക്കലും തന്നെ ഊമയെ പോലെ, ഒരിക്കലും തന്നെ കാത് കേൾക്കാത്തവനെ പോലെ, കണ്ണ് കാണാത്തവരെ പോലെ അതിൽ നിന്നും അകന്നു കഴിയുക എന്ന രൂപത്തിൽ അവനുണ്ടാവുകയില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അവർ അല്ലാഹു തആലയുടെ ദീനിന്റെ നിയമങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരിലേക്ക് അവർ മുന്നിടുകയായിരിക്കും, ഒരിക്കലും അകന്നു പോകുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിന്റെ നിയമങ്ങൾ ഇന്നതാണ്, അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്, ദീനിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കാത്തതുപോലെ കാണാത്തതുപോലെ അകന്നു കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് കേൾക്കേണ്ടതില്ല, അതല്ലെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവർ നന്നായി പോകുമെന്ന ചിന്തയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിനെ കുറിച്ച് പറയുന്നത് അവർ ഒരിക്കലും തന്നെ അങ്ങനെ ആയിരിക്കുകയില്ല. മറിച്ച് അവരുടെ ഖൽബ് എപ്പോഴും ആഗ്രഹിക്കുകയാണ്, റബ്ബേ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വല്ല അബദ്ധമുണ്ടോ, വല്ല തെറ്റുണ്ടോ, ഇത് കൂടുതൽ ശരിയായ രൂപത്തിൽ എങ്ങനെ ചെയ്യാം, ഞാൻ ചെയ്തു പോയ വല്ല സാമ്പത്തിക ഇടപാടുകൾ, അതല്ലെങ്കിൽ എന്റെ ഇബാദത്തുകൾ, അതല്ലെങ്കിൽ എന്റെ അഖ്ലാഖ്, എന്റെ സ്വഭാവം, ഇതെന്തെങ്കിലുമൊക്കെ അബദ്ധമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏറ്റവും നല്ലതിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാൻ, റബ്ബിന്റെ അടിമകൾ. ഒരിക്കലും തന്നെ നന്മകൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും അകന്നു കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരുണ്ടാവുകയില്ല. എന്നിട്ട് അവരുടെ ദുആ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വല്ലദീന യഖൂലൂൻ, അവർ അല്ലാഹു തആലയോട് ദുആ ചെയ്യും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമയുണ്ടാക്കി തരണമേ. അങ്ങനെ കൺകുളിർമയുള്ള ഭാര്യയെയും സന്താനങ്ങളെയും റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളുടെ മുത്തഖീങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ഇമാമിങ്ങളായി ഞങ്ങൾ എല്ലാവരെയും അല്ലാഹുവേ നീ മാറ്റണമേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കൺകുളിർമ എന്ന് പറയുന്നത് അവന്റെ ഭാര്യയും മക്കളും ഉപ്പയും ഉമ്മയും എല്ലാവരും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നതായിട്ട് അവൻ കാണുക എന്നുള്ളതാണ്. ഒരിക്കൽ മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു ഈ ആയത്ത് കേട്ടപ്പോൾ, ഹബ്ലന, അള്ളാഹുവെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പറയുന്നത് യാ അബാ സയ്യിദ് ഖൗലുല്ലാഹി ഹബ്ലന മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുൻ. അബൂ സയ്യിദ് ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയുടെ കുനിയത്താണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും കൺകുളിർമ നൽകണമേ എന്ന് പറഞ്ഞാൽ ഏതാണ്? മഹാദിഹിൽ ഖുറത്തുൽ അയ്യുൻ അഫി ദുനിയ അം ഫിൽ ആഖിറ, ഇത് ദുനിയാവിലാണോ ഈ കൺകുളിർമ, അതല്ല നാളെ സ്വർഗ്ഗത്തിലെത്തിയതിനു ശേഷമുള്ള കൺകുളിർമയെ കുറിച്ചാണോ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി ബൽ ഫി ദുനിയ, അല്ലാഹു ആണേ അല്ല, ആഖിറത്തിലുള്ളതല്ല, ദുനിയാവിൽ തന്നെയാണ്. ഖീല ഫമാഹി, അപ്പൊ ദുനിയാവിലുള്ള കൺകുളിർമ എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അൻ യുരിയല്ലാഹുൽ അബ്ദൽ മുസ്ലിം മിൻ സൗജതിഹി മിൻ അഖീഹി മിൻ വലദിഹി മിൻ ഹമീമിഹി طاعة لله عز وجل لا والله ما شيء أقر لعين المسلم من أن يرى والدا أو ولدا أو أخا أو حميما مطيعا لله. അദ്ദേഹം പറയാൻ, ഇത് ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാര്യയെയും അവന്റെ മക്കളെയും അവന്റെ ഏറ്റവും വേണ്ട സ്വന്തക്കാരായ ആളുകളെയും അള്ളാഹുവിനെ അനുസരിക്കുന്നതായിട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളായി അവന്റെ കൂടെയുള്ളവരെ അള്ളാഹു മാറ്റി തീർക്കുക എന്നുള്ളതാണ് ഖുർറത്തു അയ്യിൻ, കൺകുളിർമയുള്ള ആ ഒരു ജീവിതം നൽകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനേക്കാളും ഒരു മുസ്ലിമിന് അവന്റെ ഖൽബ് കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു കാഴ്ചയും ഒരു മുസ്ലിമിന് കാണാൻ സാധിക്കുകയില്ല. തന്റെ ഭാര്യ, തന്റെ മക്കൾ, തന്റെ ഉപ്പ, തന്റെ ഉമ്മ, തന്റെ സഹോദരങ്ങൾ, കൂടെയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ലവരായി ജീവിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും പ്രദാനം ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ആ കാര്യത്തെ നമ്മൾ ദുആ ചെയ്യുക. അഥവാ ഈ ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാഹുവേ എന്റെ സഹോദരങ്ങളെ, എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ ഉപ്പയെ, എന്റെ ഉമ്മയെ എല്ലാവരെയും ദീനിന്റെ മാർഗത്തിൽ കൊണ്ടുവരണമേ എന്നാണ്. എല്ലാവർക്കും അല്ലാഹുവേ ഈ ദീനിന്റെ വെളിച്ചം എത്തിക്കണമേ എന്നാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുൻ
വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ദുആയായിട്ട് സഹോദരങ്ങളെ മനസ്സിലാക്കണം. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു. ഈ പറയുന്ന ഇത്തരം വിശേഷണങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്ന, ചെയ്യേണ്ടത് ചെയ്യുന്ന ഈ ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ക്ഷമിച്ചു ചെയ്തതിന്റെ കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, ഉലൈക യുജ്സൗനൽ ഗുർഫ, അവർക്കാണ് സ്വർഗത്തിന്റെ ഗുർഫത്ത് നൽകുന്നത് ബിമാ സബറു, അവർ ക്ഷമിച്ചതിന്റെ കാരണത്താൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും ചിലത് ഒഴിവാക്കാനും നല്ല ക്ഷമ വേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് പല ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾ ഒഴിവാക്കുമ്പോൾ അങ്ങനെ നീ ഒഴിവാക്കാതെ അല്ലാഹുവിന്റെ ദീന നിയമങ്ങൾ മുറുകെ പിടിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് സ്വർഗ്ഗം നൽകും. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ, നിനക്ക് അവിടെ സലാമത്ത് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായിക്കത്തുകൾ നിനക്ക് സലാം പറയും. അങ്ങനെ സ്വർഗത്തിൽ ഏറ്റവും സമാധാനമായിട്ടുള്ള അഭിവാദ്യങ്ങൾ നിനക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള സന്തോഷപൂർണമായ സ്വർഗത്തിലേക്കാണ് നീ മരണശേഷം എത്തിച്ചേരുന്നത്. ഖാലിദീന ഫിഹ, സ്വർഗത്തിലെത്തിയാൽ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഖാലിദീന ഫിഹയാണ്. സ്വർഗത്തിലെത്തുന്ന ഒരാൾക്ക് പോലും ഒരിക്കലും അതിൽ നിന്നും പുറത്തു കടക്കേണ്ടി വരികയില്ല. ഹസുനത് മുസ്തഖറ വ മുഖാമ, എത്ര മനോഹരമായ പാർപ്പിടവും വാസസ്ഥലവുമാണ് സ്വർഗം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏത് പ്രതികൂല സാഹചര്യമാകട്ടെ ക്ഷമിച്ചുകൊണ്ട് ഒരാൾ ജീവിതത്തിൽ പകർത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഒരിക്കലും പുറത്തു കടക്കേണ്ടി വരാത്ത ഏറ്റവും മനോഹരമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ്. നാളെ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദുനിയാവിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച, ഏറ്റവും കൂടുതൽ രോഗങ്ങൾ അനുഭവിച്ച, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ച, തീരെ നിർഭയത്വമില്ലാതെ ഏറ്റവും പ്രയാസത്തിൽ ജീവിച്ച് ആ പ്രയാസത്തിൽ നിന്ന് ഒരു തുറവി കിട്ടാതെ ഒരാൾ മരിക്കുകയാണ്. അങ്ങനെ മരിച്ചൊരു വ്യക്തി നാളെ സ്വർഗത്തിലെത്തിയപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് ഒന്ന് മുക്കിയെടുക്കുന്നതാണ്. ആ മുക്കിയെടുക്കുന്നതിന് ശേഷം അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഒക്കെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ദുനിയാവിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച വ്യക്തിയോടാണ് ചോദിക്കുന്നത്. ഇത്ര പ്രയാസം സഹിച്ച വ്യക്തി സ്വർഗത്തിൽ ഒരു നിമിഷം അവനൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ചോദിക്കുകയാണ്, നിനക്ക് വല്ല പ്രയാസവും ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ടോ? അവൻ പറയുന്നത്, റബ്ബേ, എനിക്ക് ഒരു പ്രയാസവും ദുനിയാവിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അള്ളാഹു, എനിക്കൊരു ദുനിയാവിൽ ഒരു പ്രയാസം ഉണ്ടായിട്ട് ഞാനൊരു പ്രയാസം കണ്ടിട്ടില്ല എന്ന് ആ വ്യക്തി പറയുകയാണ്. കാരണം സ്വർഗത്തിൽ ഒരു നിമിഷം ദുനിയാവിലുള്ള സർവ്വ പ്രയാസങ്ങളും അവനെ മറപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതാണ് സ്വർഗം. ഇവിടെ എത്ര പ്രയാസങ്ങൾ നമുക്കുണ്ടായാലും, എത്ര ദാരിദ്ര്യമുണ്ടായാലും, എത്ര രോഗങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടാലും, എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഞെരുങ്ങിയാലും ശരി, അള്ളാഹുന്റെ ദീൻ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അള്ളാഹുന്റെ ദീൻ മുറുകെ പിടിച്ചാൽ നാളെ സ്വർഗത്തിൽ ഒന്നാമത്തെ നിമിഷത്തിൽ തന്നെ അതെല്ലാം മറന്നുപോകുന്ന രൂപത്തിൽ മതിമറക്കുന്ന സ്വർഗം സഹോദരങ്ങളെ ഒരാൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഹദീസിൽ തന്നെ തിരിച്ചും കാണാൻ സാധിക്കും. ഒരു വ്യക്തി ദുനിയാവിലുള്ള സകല സുഖ സൗകര്യങ്ങളും അവൻ ആസ്വദിച്ചിട്ടുണ്ട്, എല്ലാ ഹറാമുകളിലും അവൻ വിരാജിച്ചിട്ടുണ്ട്. അവൻ രുചിക്കാത്ത ഹറാമുകളില്ല, അവൻ രുചിക്കാത്ത സ്പർശിക്കാത്ത ഹറാമുകളില്ല, അവൻ കാണാത്ത ഹറാമുകളില്ല, അവൻ ഭക്ഷിക്കാത്ത ഹറാമുകളില്ല. അങ്ങനെ സകല ഹറാമുകളിൽ മൂട്ടപ്പെട്ട ഒരു വ്യക്തി നാളെ പരലോകത്തെത്തുമ്പോൾ നരകത്തിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം അവനോട് ചോദിക്കപ്പെടുന്നുണ്ട്, നീ ദുനിയാവിൽ വല്ല സുഖങ്ങളും ആസ്വദിച്ചിട്ടുണ്ടോ? അവനാകട്ടെ ദുനിയാവിൽ ഏറ്റവും സുഖ സൗകര്യങ്ങൾ ജീവിച്ചവനാണ്. അവൻ പറയുന്നത്, ഇല്ല, ഞാൻ ദുനിയാവിൽ ഒരു സുഖവും ആസ്വദിച്ചിട്ടില്ല എന്നാണ്. കാരണം നരകത്തിൽ ഒന്നാമത്തെ നിമിഷത്തിൽ തന്നെ ദുനിയാവിലുള്ള മുഴുവൻ സുഖങ്ങളും അവൻ മറന്നുപോകുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പറയുന്ന വിശേഷണങ്ങൾ അതേതാകട്ടെ അത് കൃത്യമായി പാലിക്കാൻ എത്ര പ്രയാസമുണ്ടായാലും ശരി, നമ്മൾ ആ പ്രയാസം സ്വീകരിക്കുക, ആ പ്രയാസം സഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം പകരമായി സ്വർഗം നാളെ പരലോകത്ത് നൽകുമെന്നുള്ള കാര്യം ഉറച്ചു വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളായ അവന്റെ ഇബാദുർ റഹ്മാനിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കുകയും നാളെ അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കടങ്ങൾ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല അതെല്ലാം തുറവി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى.
اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم أصلح أحوال المسلمين في كل مكان اللهم أصلح أحوال المسلمين في كل مكان اللهم أصلح أحوال المسلمين في كل مكان اللهم إنا نسألك الهدى والتقى والعفاف والغنى ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.